ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്കായിട്ട് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചുമായിട്ടാണ്. ഒരു ക്ലബ് സാൻഡ്വിച്ച് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് ഫില്ലിങ് മുട്ടയും ചിക്കനുമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാവുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന രീതിയിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇതേ രീതിയിലായിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അത് ഇട്ട ശേഷം അതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. മുട്ടൻ്റെ യെല്ലോ പാർട്ട് ഒന്ന് പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. 2 സൈഡും നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക. ലെറ്റ്യൂസ് വേണം. അപ്പം ലെറ്റ്യൂസിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ഈ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ട് കളയണം എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. എന്നിട്ട് ആദ്യം ബ്രെഡിൻ്റെ ഒരു സ്ലൈസിൻ്റെ മുകളിലേക്ക് മയനൈസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചില്ലി മയനൈസാണ്. നോർമൽ മയനൈസ് ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തോമായാലും ടേസ്റ്റ് ഉണ്ടാവും. അത് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ എഗ്ഗ് ഒരെണ്ണം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡ് സ്ലൈസും വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ്, ഇനി ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുക. അടുത്ത ബ്രെഡ് സ്ലൈസ്, വീണ്ടും മയനൈസും കെച്ചപ്പും വെച്ച് കൊടുക്കുക. വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, അവസാനത്തെ ബ്രെഡ് സ്ലൈസും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. വൈറ്റ് പോർഷനിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.